an individual, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ടോപ്പ് ഫ്യൂ ചോയ്സസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലൈക്സ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലവ്സ് ചോദിച്ചാൽ, ആനിമൽസ് ആർ വൺ ഓഫ് ദം. സോ പെട്ടെന്ന് ഒരു ദിവസം കന്നഡയിൽ നിന്നും ഒരു ഡോഗിന്റെയും ഒരു ഹ്യൂമന്റെയും റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു കേട്ടപ്പോൾ I was very excited, especially because I am an animal lover. In particular, I am a dog lover. I have my സ്വന്തമായിട്ടുള്ള NGO ഉണ്ട്, പട്ടികളൊക്കെ ഇവിടെ കുറേ കയറിയുള്ള ഒരാളാണ് ഞാൻ. സോ ഇതൊക്കെ ഒരു ഹിസ്റ്ററി കിടക്കുമ്പോൾ obviously I would be so interested, right? And ആദ്യം തന്നെ ഈ സിനിമ ജൂൺ 10 റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ I wanted to see it. Okay, because I was so inquisitive, and you know, Devamundu എന്നൊക്കെ പറയില്ലേ, that ഈ സിനിമയുടെ director really wanted me to watch this movie before. So ഈ സിനിമ അതിന്റെ പ്രിവ്യൂ ഷോ ഞാൻ കണ്ടിട്ടുണ്ട്, and whatever I am going to say അതെനിക്ക് ഒരു പക്ഷെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, because it was such an emotionally happy journey that I can't wait for the world to see this amazing movie that is going to come before you on the 10th of June 2022. Ladies and gentlemen, Prithviraj Productions is very proud to present Paramba Studios in the production ആയ 777 Charlie. അതിന്റെ പ്രസ് മീറ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Can we have a loud round of applause for all of you, as well as our wonderful crew of 777 Charlie that is here. പക്ഷേ അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അവരെല്ലാവരെയും വേദിയിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്ക് ഈ അമേസിംഗ് ആയിട്ടുള്ള ചാർലി എന്ന് പറഞ്ഞ ഒരു മൃഗത്തിൻ്റെ, ഒരു പട്ടിക്കുട്ടിയുടെ ജീവിതം നിങ്ങളെല്ലാവരെയും തൊടാൻ പോവുകയാണ്. സോ ലെറ്റ് us now witness all of your hearts which are going to be touched by the life of Charlie. 777 Charlie worldwide release ആണ് ഈ വരുന്ന ജൂൺ 10. But it all started as a little dream in a young man's brain. ഒരു 2016 maybe, I think roughly, ഒരു കന്നഡ ചിത്രം ഉണ്ടാക്കാൻ, ഒരു പട്ടിയും ഒരു മനുഷ്യൻ്റെയും ബന്ധത്തെക്കുറിച്ച്. As you already saw, അതിൻ്റെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് വളരെ ലോൺലി ആണ്, വളരെ ആംഗ്രി ആണ്. He doesn't have anyone. ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു റുട്ടീനാണ്. ഹീസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഡാർക്ക്നെസ്. വളരെ വളരെ ലോൺലിയായ ജീവിതത്തിലേക്ക് ഒരു പട്ടിക്കുട്ടി കയറി വരുന്നു. ഒരു വളരെ നോട്ടി ആയിട്ടുള്ള, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടി. ഓഫ് കോഴ്സ് രണ്ടുപേർക്കും കഥകളുണ്ട്. ആ കഥകളൊക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു വാച്ച് ദ മൂവി. ബട്ട് ഈ പട്ടിക്കുട്ടി ഈ ഒരു ഒറ്റ കാഴ്ചയിൽ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ക്യാരക്ടർ ധർമ്മയുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ, ധർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ഒരു ചേഞ്ച്, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ്സിന്റെ ചേഞ്ച്, അതൊക്കെയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയിലൂടെ നിങ്ങൾ ചാർലിയുടെയും അതുപോലെ ധർമ്മയുടെയും ജീവിതമാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഈ സിനിമയിലേക്കുള്ള ഈ ഡയറക്ടറിന്റെ ജേർണി ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കാം. കാസർഗോഡുകാരനാണ്, മലയാളിയാണ് ഇതിന്റെ സംവിധായകൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സിനിമ ഡ്രീം ചെയ്ത് അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. വെയിറ്ററായി വർക്ക് ചെയ്തു ബാറിൽ, അതുപോലെ സെയിൽസ് പേഴ്സണായി വർക്ക് ചെയ്തു. പതുക്കെ പതുക്കെ സിനിമയിൽ അസിസ്റ്റൻ്റായി എത്തി. അങ്ങനെ അസിസ്റ്റൻ്റായി എത്തിയ ഒരു സിനിമയിൽ ആ സമയത്ത് വലിയ സ്റ്റാറായ രക്ഷിത് ഷെട്ടിയെ പരിചയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അസിസ്റ്റ് ചെയ്ത് തുടങ്ങി, അസോസിയേറ്റായി മാറി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് വാസ് ഇറ്റ് ദ ടൈം ഓഫ് കിരുത്തപ്പാട്ടി ദാറ്റ് യു ഹാഡ് ദിസ് ഐഡിയ? യെസ്, ഹി ഹാഡ് ദിസ് ഐഡിയ ഈ ഒരു സ്റ്റോറി അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? He discussed it with his mentor, and of course 2016 കഴിഞ്ഞു, maybe 6 years later, today that dream has become a reality. Ladies and gentlemen, can we give it up for the director of 777 Charlie, Kiran Raj K. Nalla ready to come, because look at that journey, my god. Of course, ee cinemade lead protagonist does not need an introduction here in Kerala, because a lot of your films have been cult films here as well. Definitely he's done so many wonderful movies. I think അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തിരിക്കുന്നത്, he's not just an actor, he's also a producer, also a director. Mainly കന്നഡ സിനിമകളാണ്. 2010 അദ്ദേഹം അഭിനയ ജീവിതമൊക്കെ തുടങ്ങിയത്. But there are some really big hits to this name. So അദ്ദേഹത്തിന്റെ one thing I really noticed about him is you don't do films that often. അദ്ദേഹം സമയം എടുത്തൊരു മെത്തേഡ് ആക്ടിങ് സ്റ്റൈൽ, ഒരു ആമിർ ഖാൻ സ്റ്റൈൽ ഇടയ്ക്ക് ഒരു 3 വർഷം
വർഷത്തിൽ ഇന്ന് പിടിച്ചു ഒരെണ്ണം. After 3 years, here's another one. But all the films that he does definitely has a lot of thought that goes into it. So urban legends ne kurichu, about folklore. So you kind of find that the storylines are like non-linear mythology. And finally, from a simple love story that you started out, here you are with another crazy love story, but a pan-Indian film. Ladies and gentlemen, with a loud round of applause, let's welcome actor, producer, director, and the male protagonist of 777 Charlie, Mr. Rakshit Shetty. നമ്മൾ 777 ചാർലിയുടെയും അതുപോലെ ആ സ്ഥലത്തെ എല്ലാ ആനിമൽസിൻ്റെയും ഒരു വോയിസ് ആയിട്ട് ശക്തമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് ഈ സിനിമയിൽ ദേവിക എന്ന കഥാപാത്രമായിട്ട് യു വിൽ ഫൈൻഡ് ദിസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആക്ടർ. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദ ലവ്ലി സംഗീത ശൃംഗേരി. വി വെൽക്കം യു. Let's welcome none other than Raj B. Shetty. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സിനിമയിലെ ഒരു മൃഗ ഡോക്ടറിന്റെ കിർദാറാണ്, റോളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. So you know how special that's going to be. In fact, all of them have played such a crucial role, and everybody else I'm going to talk about as well. ഇതൊരു കന്നഡ സിനിമയാണ്. Let's not forget that. It's a predominantly Kannada film. പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോൾ I did not feel like it was a Kannada film. I felt like I was watching a Malayalam film. ഒരു മലയാളം സിനിമ കണ്ടു. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഈ ഡബ് ഫിലിംസ് ഒക്കെ കാണാറുണ്ടല്ലോ, അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഡബിങ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ഒരിക്കൽ പാട്ടിൻ്റെ സിങ്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിറിക്സ്. യു നോ ഹൗ ഇറ്റ് ഈസ്. ബിക്കോസ് ഐ ഫീൽ സംടൈംസ് അതിന് കൊടുക്കുന്നൊരു കമ്മിറ്റ്മെന്റ് കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ ഓഡിയൻസ് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. ബട്ട് വിത്ത് ദിസ് മൂവി ഇറ്റ്സ് ലൈക്ക്, അറ്റ്ലീസ്റ്റ് മലയാളം കണ്ട് എനിക്ക് പറയാം, ഇറ്റ് വാസ് ലൈക്ക് വാച്ചിങ് you made the movie for us. അപ്പോൾ മലയാളത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പം obviously we are very very thankful to Prithviraj Productions for making it happen, and of course a big link in that is Magic Frames and the Lamalama Liston Stephen. So can I please welcome Liston Stephen on stage? Where's your Liston? There he is. എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ സംഗീതം ആക്ച്വലി ട്യൂൺ ഉണ്ടാക്കി അല്ലേ. യു മേഡ് ദ ട്യൂൺ ഫസ്റ്റ്, എന്നിട്ട് എല്ലാ ഭാഷകളിലെയും ലിറിസിസ്റ്റിന് കൊടുത്തു. അപ്പോൾ ട്യൂണിന് ലിറിക്സ് എഴുതിയതാണ്, വിച്ച് ഇസ് ഓരോ ഭാഷകളും ഡബ് ചെയ്ത് വരുമ്പം ഇറ്റ് ഇസ് മോർ ബ്യൂട്ടിഫുൾ. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് വണ്ടർഫുൾ മ്യൂസിക് ഡിറക്ഷൻ വാസ് ഡൺ ബൈ മിസ്റ്റർ നോബിൻ പോൾ. Can I please welcome you, Nobin? Oh, such lovely songs, I have to say, such lovely songs. And I think 40 പാട്ടുകൾ എടുക്കേണ്ടി വന്നു അല്ലേ. 5 ഭാഷയിൽ 40 പാട്ടുകൾ ഓൾമോസ്റ്റ് ഒരു മാസത്തിലാണ് നോബിൻ ചെയ്തത്, with the help of a lot of lyricists who helped him out in that journey as well. So well, you succeeded എന്ന് എനിക്ക് തോന്നുന്നു. June 10th you'll know the reality. Okay, but I think you have. ശ്രീ M.R. രാജകൃഷ്ണനാണ് ഈ സിനിമയുടെ ഓഡിയോഗ്രഫി. Of course, we don't need an introduction. നാഷണൽ അവാർഡ് വിന്നർ ആണ്. To be very honest, because I genuinely feel apart from being a great cinema, idoru pivotal cinema kudiyairikkum. You will make people's attitudes change, and that's important, and for people like me that's important. And of course lyrics വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സിനിമയിലെ ഡയലോഗ്സ് മലയാളത്തിലേക്ക് വരുമ്പം ആ ലിപ് സിങ്കിനോട് മൊത്ത ഭാഷ അത് കറക്റ്റായിട്ട് എഴുതാൻ യു നീഡ് സംബഡി സ്പെക്ടാക്കുലർ. ആൻഡ് 777 Charlie got Mr. സതീഷ് മുതുകുളം, മലയാളം ഡയലോഗ് റൈറ്ററാണ്. സതീഷ് ജി, are you here? Satish, congratulations. I have to tell you, ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്തത് ആക്ച്വലി കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഡബിങ് വളരെ സിമ്പിളായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഓൾ ക്രെഡിറ്റ്സ് ടു യു സർ. താങ്ക് യു സോ മച്ച്. കിരൺ, ഞാൻ നേരത്തെ പറഞ്ഞു 2014 വന്ന ഒരു ഐഡിയ, ഒരു തോട്ട്, ഒരു ഡ്രീം Rakshit sir share idu, and after that today, so many years later, our dream is going to become a reality as a pan-Indian film. What are you feeling? I'm so excited. So idoru 5 varshത്തിന്റെ ഒരു നീണ്ട ജേർണിയാണ്.
the entire crew, cast and crew, ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്ത ഒരു പടമാണ്. ഇത്ര വർഷങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഈ പടം ഒരു പടത്തിന് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല. സോ വളരെ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. Was it hard? Of course. എത്ര വർഷം എടുത്തു ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ? ബിക്കോസ് ഒബ്വിയസ്ലി ചാർലി ഇറ്റ്സ് ആൻ ആനിമൽ, ഹ്യൂമൻസിനെ പോലെ വി കാൻ കൺട്രോൾ ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പം എത്ര വർഷം എടുത്തു, എസ്പെഷ്യലി കോവിഡും ഒക്കെ വന്നു? ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് തുടങ്ങി ഇതുവരെ 5 years ആയി. സോ 1.5 years സ്ക്രിപ്റ്റ് ആൻഡ് ഈ ഡോഗിൻ്റെ പറ്റിയിട്ടുള്ള കുറച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് തന്നെ 1.5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3 വർഷം വരെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരു 167 days ആയിരുന്നു. ജനറലി ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു 80 days തീർക്കാൻ പറ്റുമെന്ന്, പിന്നെ ഓക്കെ ഒരു 100 days തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ അത് 167 days ആയി. കന്നഡ പടം മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിയത്. പിന്നെ ഇവരാണ് കാരണം. ഞാൻ ഇവർക്ക് നരേറ്റ് ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് കിരണില്ല, ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഓൾ ഓവർ ദ വേൾഡ് ഡോഗ് ലവേഴ്സ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ എന്തായാലും ഈ പടം എല്ലാവർക്കും എത്തിച്ചേക്കണം. അപ്പോൾ ഇത് 5 ഭാഷയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണ് ഡിസൈഡ് ചെയ്തത്. Congratulations for that to you. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്? ബിക്കോസ് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഞാൻ കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് ചെറിയ രീതിയിൽ തൊട്ടു പോകുന്നുണ്ട്, യു നോ, ബട്ട് വൈ ദിസ് സബ്ജക്ട് ഇൻ സച്ച് എ ബിഗ് വേ? ബിക്കോസ് ഐ എം എ പെറ്റ് ലവർ. സോ ഞാൻ ചെറുപ്പം മുതൽ വീട്ടിൽ എനിക്ക് പട്ടിയും കോഴിയും പൂച്ചയും എല്ലാം ഉള്ളതാണ്. സോ അപ്പോൾ ആ ഒരു എൻവയറമെന്റിൽ വളർന്നത് കൊണ്ട് എനിക്ക് ഒബിയസ്ലി ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡെബ്യൂ മൂവി ഞാൻ ചെയ്യാൻ തിങ്ക് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് ആദ്യം വന്ന ഒരു കോൺസെപ്റ്റ് ഒരു ഡോഗ് മൂവി എന്നാണ്. Well, a lot of us are very happy about it. പക്ഷെ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അക്കോർഡിംഗ് ടു യു, യു ആർ ദ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഈ സിനിമയിലെ ഹീറോ ആരാ? Who is the hero of the film? Heroine of the film? കുച്ച് ബി? Of course, without a doubt, ചാർലി. ചാർലി അല്ലേ? അപ്പം വേറെ ചാർലി, എന്താ ചാർലിനെ കൊണ്ടുവരാത്ത? ചാർലി ഉണ്ട്, പക്ഷെ ഞാൻ വിളിച്ചാൽ വരത്തില്ല. അതിന് ധർമ്മനെ വിളിക്കണം, അത്രേ ഉള്ളൂ. സോ ഞാൻ ധർമ്മനോട് വിളിക്കാൻ പറയാം. ചാർലി, ചാർലി, ചാർലി. Oh, here he's coming. A lot of people worked really hard, and one of the people who worked very, very hard is Pramod. Pramod, please join Charlie on stage. Charlie is a trainer, Pramod. Pramod, what a well done job. Yeah, you and Charlie, our seat like boy, you can sit. Yeah, good girl. Charlie, share Charlie. Oh, good girl. There we go. Now it's complete. Pan world, you know, a pan-Indian release and a worldwide release and it's hitting theaters next to you. Prithviraj Productions and other namalku Malayalamilekku konduvarunathu. So definitely there are lots more I can talk about because that is subject. പക്ഷേ shall I open it up to a Q&A session so നമ്മളുടെ press can ask you questions? Already interviews ഒക്കെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. All of them have met you. പക്ഷേ please എന്താണെങ്കിലും ചോദിച്ചോളൂ. I think they're ready to. That gives you a great confidence because KGF was doing really good. You know, it was breaking all the records, the box office records, you know. So when it comes to 777 Charlie, how confident are you, and what is the kind of confidence you get from the industry and also the acceptance of the movie? I think because of KGF, a lot of perceptions have opened up. People are ready to consider a film
which is coming from some other industry, and although it is dubbed in their language, as long as they enjoy the film, I think people are ready to come to theaters and watch the film. So that is the main, the big change which has happened, in recent times. And for us to release 777 Charlie all over the country, there's a very strong reason. I don't think every film has to be a pan-India film, but with certain films there comes a certain market. For example, for our film, dog lovers are there everywhere. Animal lovers are there all over the country, and that is a market which we are planning to tap. Obviously, once that is tapped, because of the film, because we are so confident about the film, the rest of the crowd also will come and watch the film. I'm hoping for the best in every state. Let's see what happens. So, myself, I imagine I'm from Film Unit. I think my question you both can answer, Raj and Rakshit. So, in your both movies, connected, like the original culture of Karnataka are displayed in your movies, both your movies. So, is that what you want to tell to other Indian audience? Okay, this is our culture, this is our ancient film, this is what we want to say. So, you just want to speak on it? Yeah, okay, I'll share my opinion. Probably then he can talk about his. I believe 40-50 years down the line, when the next generation comes, they should know how any region was 50 years back, and if we can capture it the way it is the way it is, then probably that will be a reference for them. Obviously, there will be documentaries and stuff which will tell them, which will give them even more realistic picture. But probably there are no documentaries made in few of the subjects which we have dealt with. So I believe our films definitely will be a reference point for them to look back and know, okay, 50 years down the line, this is how Udupi was, this is how Bangalore was. So that's what I believe in. And not every film, but few of the films I would like to explore as much as possible, especially the hometown I come from. There's so much of culture in just that 2 kilometers, from Bangalore to Udupi, or that 60-70 kilometers radius, that I will I can do 10 films, exploring that culture. So I have still lot to explore. For me, good cinema is a cinema which actually reflects the place which it was shot in. Because normally a person from Thrissur and a person from Kochi, they walk, they talk, they sleep, and they dream differently. The reason is, place is the culture. Culture influences the character, and character influences the plot. So when I make films, I make from my experience, and most of the time when he makes a film, he makes from his experience. So the places I have grown watching, the experience that I have grabbed onto and which has shaken me, I want the world to see it. The world needs to see it because they want to see how different we are still, how we are all the same. Because when you watch Garuda, you can see that this culture is very different. When you watch Udidaru Kannante, you can see the culture is very different, but you can still see the people are suffering for the same reason. That is where we cross the barriers and we become humans. I think that is the reason. Although it's from the same place, just 60 kilometers apart. He comes from Mangalore, I come from Udupi. Right from how the tigers are painted, it's completely different. The way it is painted in his film, it is painted in my film, and also the way I think is very different from the way he thinks. So the perspective also changes. The life he has seen and the life I have seen is very different. The life Kiran Raj has seen is very different, which is why he could make this film. I can never make this film, or probably he can never make this film. But yeah, so it's our expression end of the day. As a director or as a writer, the way probably way Da Vinci paints, nobody else can paint, because he thinks in a certain way. Sir, my name is Pradesh Shekhar. I'm from India Malayalam.
മൈ ക്വസ്റ്റ്യൻ ഇസ് ടു നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സർ കിരൺ സാറിനോടാണ്. ആസ് യു നോ മലയാളം, ഞാൻ മലയാളത്തിൽ തന്നെ ചോദിക്കാം. നമ്മൾ പണ്ട് ഡബിംഗ് എന്നുള്ള സിനിമകൾ വേറെ എവിടുന്നെങ്കിലും വരുമ്പോഴേക്കും ഇവൻ തമിഴിൽ വന്നാൽ പോലും അല്ലെങ്കിൽ മലയാളത്തിൽ വന്നാൽ പോലും അമ്മച്ചി തിരുപ്പി വந்தாച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി RRR, അത് കഴിഞ്ഞ ശേഷം KGF, അങ്ങനെയുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് മലയാളത്തിലുള്ള മൊഴിമാറ്റം കൊടുക്കുമ്പോഴേക്കും ആ സ്വീകാര്യതയാണ്. ദർ ഇസ് നോ ലാംഗ്വേജ് ബാരിയർ. ഇപ്പൊ ഈ ചാർലിയുടെ ട്രെയിലർ വന്നപ്പോൾ പോലും എല്ലാവരും ആ ഒരു സ്വീകാര്യതയാണ് നൽകുന്നത്. ദ ആങ്കർ രഞ്ജിനി ഹരിദാസ് പോലും ഏറ്റവും വലിയ പെറ്റ് ലവർ ആണ്. അങ്ങനെ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. സോ ഇതിന്റെ ട്രെയിലർ വേറൊരു ലെവലിലേക്ക് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. സോ പെറ്റ് ലവേഴ്സും ഒപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവർ, ലാംഗ്വേജ് ബാരിയർ കഴിഞ്ഞിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും വേറൊരു ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കുമോ, കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒന്നായിരിക്കുമോ ചാർലി 777? തീർച്ചയായിട്ടും അതിൽ ഒരു ഡൗട്ടും ഇല്ല. ചെറിയ കൊച്ചു കുട്ടികൾ നമ്മളെ പടത്തിൽ നിങ്ങൾ ആൾറെഡി ടീസർ ട്രെയിലറിൽ കണ്ടാൽ ആദ്രിക എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയുണ്ട്. സോ ആ കൊച്ചു കുട്ടി തൊട്ട് വളരെ ഏജ് ആയിരിക്കുന്ന എത്രയോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുവരെ എല്ലാവരും ഫാമിലിയോട് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ആൻഡ് എവിടെയും ഇതൊരു മാസ് കമേഴ്ഷ്യൽ അങ്ങനെയുള്ള ഒരു എലിമെന്റ്സിന് കൂടുതൽ പോവാതെ മൊത്തം ഫാമിലി കുടുംബത്തോടെ വന്ന് ഇരുന്ന് ഈ പടത്തിനെ ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഉദ്ദേശം. ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നല്ല, അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. തീർച്ചയായിട്ടും ഒരുപാട് പേര് ലൈഫിൽ ഇതൊരു വേറെ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്ന് പറയുന്ന ഹോപ്പ് എനിക്കുണ്ട്. Hi, I'm Shamya from Anecdote. Actually, ഈ ഒരു മൂവിയുടെ ടൈറ്റില് 777 ചാർലി എന്നാണ്. ചാർലി മനസ്സിലായി, എന്താണ് 777? അത് ഞാൻ പറയാം. ഞാൻ ആൾറെഡി ഒരുപാട് പേരോട് പറഞ്ഞതാണ്. ഡോഗ് ലൈസൻസ് നമ്പറാണ് 777 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പട്ടിക്ക് ലൈസൻസ് ചെയ്യാൻ പറ്റും. സോ ലൈസൻസ് ചെയ്യുമ്പോൾ അതിലൊരു നമ്പർ കിട്ടും, അതാണ് 777. ചിലപ്പോൾ അതിൻ്റെ കോളറിൽ പേരും നമ്പറും ഇടാൻ പറ്റും. സോ ആ ഡോഗ് മിസ്സായി കഴിഞ്ഞാൽ അപ്പോൾ ആ ഡോഗിലുള്ള ആ നമ്പർ ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ ഓണർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ട്രേസ് ചെയ്യാൻ പറ്റും. സോ അത് ഡോഗ് ലൈസൻസ് നമ്പറാണ് 777. So one happy thing is that humans are evolving. So the dogs are coming inside the house. I think as an audience, when I watched the film for the first time, there was a lot of confusion before I watched the film. That okay, there was pandemic which is happening, so should we go for OTT? And are we really doing it pan India? All that. But when I watched the film, I was so confident about the film because I knew that pet lovers will love this film. And if you're not a pet lover, you'll start loving them and you'll adopt pets. So when I got that confidence is when we decided that no, we are not going for OTT. We'll go to theaters because this experience has to be in theater. And obviously we are going for pan India. So yeah. ഗെട്ട് പാട്ടാണ് ഇതിനകത്തുള്ളത്. അതോടൊപ്പം തന്നെ RRR എല്ലാം ഉൾപ്പെടുത്തിയപ്പോൾ നല്ല റിസ്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ. നമുക്ക് ഈ ഓരോ ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ സൗണ്ടുകൾ നമുക്ക് വലിയ ഇഷ്ടപ്പെടുന്നു. മ്യൂസിക് എങ്ങനെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്? 8 പാട്ടുണ്ട്. അതിനകത്ത് 6 പാട്ടാണ് വേറെ ലാംഗ്വേജിലോട്ട് എടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് കൊങ്കണി ഒരു പാട്ടുണ്ട്, പിന്നെ രാജസ്ഥാനി സോങ് ഉണ്ട്. പക്ഷേ ഇത് ഒരു ട്രാവൽ ഫിലിമാണല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് രാജസ്ഥാനിൽ പോകുമ്പോൾ നമ്മൾ രാജസ്ഥാൻ സോങ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗോവൻ ഒരു കൊങ്കണി സോങ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതർ സോങ്സ് ആണ് ഇപ്പം അതർ ലാംഗ്വേജിലോട്ടൊക്കെ ചെയ്തേക്കുന്നത്. ബാക്കി 5 ലാംഗ്വേജിലോട്ട് ചെയ്തേക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര എക്സ്പീരിയൻസ്, ഭയങ്കര ഭീകര എക്സ്പീരിയൻസ്. ബിക്കോസ് ഒരു ഡോഗ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡയലോഗ്സ് ഡബിങ് എല്ലാം ഒരു 70%, ബാക്കി 30% ഓൾമോസ്റ്റ് സൈലൻ്റ് ആണ്, ബിക്കോസ് ചാർലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചലഞ്ചിങ് ആയിരുന്നു. അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കണ്ടവർ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കി തിയേറ്ററിൽ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം. ലിസ്റ്റിൻ്റെ അടുത്താണ്. ലിസ്റ്റിൻ കുറേ ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര രൂപ ഇതിൽ നിന്നും ഒപ്പിക്കാമെന്നുള്ളൊരു ധാരണയാണ് ലിസ്റ്റിനുള്ളത്? അല്ല, അങ്ങനെയല്ല. ഇത്
കണക്റ്റ് ആവും എന്നുള്ളതിൻ്റെ അത് 1% ഡൗട്ടില്ല. കാര്യം ഇത് 2 മണിക്കൂർ 40 മിനിറ്റ് അല്ല 42 അതെ അത്രയുണ്ട്. ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് അടിക്കാതെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നേക്കാളും ബുദ്ധിയും വിവേകമൊക്കെ ഉള്ളവരാണ് മറ്റു ഓഡിയൻസ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് 100% അവർക്ക് എനിക്കിഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ രീതിയിൽ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ സോ ഞാൻ പേഴ്സണലി ആയിട്ട് വൈദ്യറിനോട് വിളിച്ച് പറയാം എത്ര കിട്ടും എന്നുള്ളത്. അതല്ല ഞാൻ അങ്ങനെയല്ല, ഇൻകം ടാക്സും GST ഈ അടുത്ത് തന്നെയാണ് വന്നത്. ഇനിയിപ്പോ വീണ്ടും ഉടനെ ഈ പൃഥ്വിന്റെ വീട്ടിൽ ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പൃഥ്വിന്റെ വീട്ടിലും ഒരു പെറ്റ് ഡോഗ് ഉണ്ട്, സോറോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഒരു ചായ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും പൃഥ്വിരാജിന് ഒരു പിള്ളകളിയാണ് വന്നിട്ട് എൻ്റെ അടുത്ത് നമ്മൾ ചായ കുടിക്കണോ ഇങ്ങനെ. അതെ അതെ. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയാണ് എന്റെ എഗ്രിമെന്റുകൾ പോലും പുള്ളി സൈൻ ചെയ്യിപ്പിക്കുന്നത്. ലിസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് സാധാരണ ഇപ്പം ഒരു സിനിമ നേരത്തെ അതിന്റെ പ്രൊമോഷന് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം ജനഗണമന അത് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകളിൽ തന്നെ അതിന്റെ യാഥാർത്ഥ്യം വിളമ്പിക്കൊണ്ട് പല വാർത്തകളും കഴിഞ്ഞ ദിവസം എല്ലാ മീഡിയക്കാരും കാണുകയുണ്ടായി. അത് ചരിത്രമല്ല, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ കണ്ടു. അങ്ങനെ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് നേരെ രാജകൃഷ്ണൻ ചേട്ടനെടുത്ത് അതിന് കൺഗ്രാറ്റുലേഷൻസ്. കാരണം അങ്ങനെ ഒരു സമൂഹത്തിന് അങ്ങനെ ഒരു കാര്യം നേരത്തെ കൊടുത്തത് ഒരു സിനിമയിലൂടെ. നീ കുറെ കൂടെ ഞാൻ വെളിപ്പെടുത്താനുണ്ട്. രാജകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, വൈഫ് സമൂഹ മാധ്യമത്തിൽ ഇട്ടിരുന്നു. നമ്മളിപ്പോ ഇവിടെ രഞ്ജിനിക്കുണ്ട്, ബാക്കി പലർക്കും ഉണ്ട്, പെറ്റ്സ് ഉണ്ട്. അവരെല്ലാവർക്കും നമ്മളെക്കാട്ടിയും കൂടുതൽ വീട്ടില് സ്വീകാര്യതയുള്ളതും അവരൊന്ന് ഡൗൺ ആയി അല്പം ഒന്ന് കിടന്നാല് ചാർലി മയങ്ങി എന്നുള്ള സംഭവം വന്നാല് നമ്മളൊന്ന് മെന്റലി ഡൗൺ ആവും. എന്താ മയങ്ങിയത്, ആഹാരം കഴിച്ചിട്ടാണോ കിടന്നത്, നമുക്ക് അങ്ങനെ ഒരു സംഭവം തോന്നും. പിന്നെ അവര് ഡയറക്ടറുടെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിലായിരിക്കും, ആ ഒരു സ്ക്രിപ്റ്റിന് അനുസരിച്ചിട്ടായിരിക്കില്ല അവര് പ്രതികരിക്കുന്നത്. പലപ്പോഴും അവരുടെ റിയാക്ഷൻസും അവരുടെ ഒരു ശബ്ദവും വരുന്നത് വേറെ രീതിയിലായിരിക്കും. ഇത്രയും അവാർഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള രാജകൃഷ്ണൻ ചേട്ടന് ഇതൊരു ചലഞ്ചിങ് ആയിരുന്നോ ചാർലിയെ മിക്സ് ചെയ്യാൻ? ഭീകരമായ ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് കിരണുമായിട്ടാണ്. കിരൺ ആദ്യം പറയുന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ സാധാരണ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയുടെ സൗണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പട്ടിയുടെ റിയൽ ബ്രീഡ് സൗണ്ട് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഇമ്പാക്റ്റ് കിട്ടുന്ന ഏത് സൗണ്ടും നമ്മളവിടെ പ്ലേസ് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബാക്കി എല്ലാ പടങ്ങളും ഞാൻ എന്തുമാത്രം മിസ്റ്റേക്സ് ആണ് ചെയ്തതെന്നുള്ള റിയലൈസേഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് ഈ ചാർലിയുടെ സോങ്സ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തതിന് ശേഷം ഈവൻ ഒരു ചെറിയ മുരൾച്ച പോലും അത് കിരൺ വസ്തു ഞാൻ ചില സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, സത്യസന്ധമായിട്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഇവർ പറഞ്ഞില്ല അവസാനം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ അനുഭവിച്ച സംഭവങ്ങളൊക്കെ പ്രഷർ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് അനുഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എഫക്സ് ടീം വന്നിട്ട് ഈവൻ ഹാഡ് എ ഫൈറ്റ് വിത്ത് കിരൺ ആക്ച്വലി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ ഇത് ലേ ചെയ്ത് എനിക്ക് ഇങ്ങനെ വേണം സ്പെസിഫിക് അബൌട്ട് എ സ്മോൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും അപ്പോൾ അത് നമ്മൾ 10 പ്രാവശ്യം 15 പ്രാവശ്യം കറക്ഷൻ. ഐ വർക്ക് ഫോർ ഓൾമോസ്റ്റ് ലൈക്ക് 400 hours ഫോർ ദിസ് പ്രോജക്ട്. ജസ്റ്റ് മെയിൻ ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് അതർ 5 languages. അത് ഫേസ്ബുക്കും അടുത്തുണ്ടെങ്കിൽ മതിയാക്കിയത്. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ഈ എല്ലാ ലാംഗ്വേജ് കാണുന്ന സമയത്ത് ഇതിൽ 2 പോർഷൻസ് ഞാൻ ഒരു പ്രാവശ്യം അറിയാതെ വന്ന റിഫ്ലെക്സ് ആണ്. ഞാൻ തെറി വിളിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കരയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പടം ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോയി. കാരണം ഞാൻ നാണം കിടുകയാണ്. കാരണം എൻ്റെ അസിസ്റ്റൻസ് 3 പേര് ബാക്കിലുണ്ട്. ഈ സാർ കരയുന്നത് കരഞ്ഞിട്ട് ഞാനിത് കരഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പടം കണ്ടു കഴിഞ്ഞ് ക്ലൈമാക്സ് കഴിഞ്ഞ് ഞാൻ വിളിക്കുകയാണ്, ഫോണിൽ വിളിച്ചു. ഹി വാസ് ഇൻ എ ഷൂട്ട്. വിളിച്ചിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയത് ഞാൻ I hope you remember that. I started crying. Suddenly he also got emotional. ഫോണിൽ ഞങ്ങളുടെ കൂടെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചർച്ച ചെയ്യുക. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. നാച്ചുറലായിട്ട് നടന്ന കാര്യം പറഞ്ഞു. അപ്പം അതുകൊണ്ട് സോ മച്ച് കണക്റ്റഡ് ടു ദിസ് മൂവി. വേറെ ലെവലാണ്.
വഴക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതിന് വേണ്ടി, അത്രേ ഉള്ളൂ. ഓൾ ഫോർ ഗുഡ് ഫോർ ദ മൂവി. യെസ്. ഇത് ഏത് മൊമെന്റിലാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള ഒരു തോട്ട് വന്നത്? ആക്ച്വലി KGF ഫസ്റ്റ് പാർട്ടാണ് അതിൻ്റെ ഒരു സക്സസ് നമ്മൾക്ക് ഒരു പാൻ ഇന്ത്യ പോകാനുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഇതിൻ്റെ കഥ എഴുതുമ്പോൾ എനിക്കിത് കന്നഡയിൽ ഞാൻ ചെയ്യാനുള്ള ഉദ്ദേശം മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ അഗൈൻ രക്ഷിത് സാറാണ് അവർ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ് അവരാണ് പറഞ്ഞത്, ഇല്ല ഇത് ഒരു യൂണിവേഴ്സൽ എമോഷനാണ്, ഇതെല്ലാവർക്കും എത്തിച്ചേരണം, സോ നമ്മൾ 5 ഭാഷയിൽ ഇതിന് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊരു പ്രൊഡ്യൂസറായിട്ടാണ് ആ കോൾ എടുത്തത്. എനിക്കത് ആൻഡ് ഓഫ് കോഴ്സ് അവർ അത് പാൻ ഇന്ത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് ആവും, അത് അങ്ങനെ തന്നെ റിലീസാവും എന്ന് പറയുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്താ എക്സ്ട്രാ എഫേർട്ട് ഇടണമായിരുന്നു, അത് മൊത്തം ടീം എല്ലാവരും ചേർന്നിട്ട് ചെയ്തതാണ്. മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ പ്രതീക്ഷിക്കാം? ഞാനിപ്പോ മലയാളത്തിൽ ഇതിപ്പോ നമ്മൾ എന്താണ് ഡബ് ചെയ്തിരിക്കുന്നത്, ഒരു മലയാള പടത്തിന് വേണ്ടി എല്ലാ എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. എവിടെയും കുറച്ചുകൂടി നെഗ്ലക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് ലാൽ മീഡിയയിൽ ഇരുന്ന് ഡബിങ്ങിൽ എൻറ്റയർ സ്ക്രിപ്റ്റ് പ്രോസസ് സതീഷ് സാറ് നമ്മളെ പറമ ഓഫീസിൽ വന്ന് അവിടെ പടം കണ്ട് അവിടെ തന്നെ ഇരുന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ഡയലോഗ് ഡിസ്കസ് ചെയ്ത്, എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ആൾമോസ്റ്റ് 70 ആർട്ടിസ്റ്റ് ഉണ്ട് പടത്തിൽ. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെ വോക്കൽ ടെസ്റ്റ് ചെയ്ത് അവർ വോയിസ് ടെസ്റ്റ് ചെയ്ത്, എന്നിട്ടില്ല ഇത് വർക്കാവുന്നില്ല, ഇത് വേണമാ, ഇത് വർക്കാവുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് എന്തുണ്ട് അത് ഭയങ്കര ജാഗ്രതയോടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മലയാളം പടത്തിന് അതെ അവർ രഞ്ജനി മാം പറഞ്ഞ പോലെ എവിടെയും നിങ്ങൾക്ക് ഒരു ഡബ് സിനിമ തോന്നത്തില്ല. തീർച്ചയായിട്ടും. This is your first Malayalam film, first Tamil film, first Telugu film, Yes. first Hindi film, and first Kannada film. Yes. Anybody else? Yes. Ansil from Kerala Vision. How easy was to handle the dog Charlie emotionally, and also apart from that, so many movies are rising from the south, like hitting and shaking the Bollywood. ഒരേ ഒരു ടേക്ക് തന്ന ദിവസമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ഒരു ടേക്ക് മാത്രം കിട്ടിയതുണ്ട്. പക്ഷെ നമ്മൾ ഹാപ്പി ആയിരുന്നു. എന്താ പറഞ്ഞാൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അന്ന് അവൾക്ക് മൂഡില്ല, അന്ന് അവൾക്ക് ചെയ്യാൻ ഒരു മൂഡില്ലായിരുന്നു. സോ അഗൈൻ നെക്സ്റ്റ് അനദർ ഡേ ചിലപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ സൂപ്പറായി ഓക്കെ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ എമോഷണലി നമ്മളെല്ലാവരും അറ്റാച്ച്ഡ് ആണ്. ദ എൻറ്റയർ ടീം. ചാർലി വരുന്നു എന്ന് പറയുമ്പോൾ സെറ്റിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ദ എൻറ്റയർ സെറ്റ് അറൌണ്ട് 150-200 ക്രൂ ഉണ്ടാവും. പക്ഷെ പിൻ ഡ്രോപ്പ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യും അവൾക്ക് വേണ്ടിയിട്ടാണ്. സോ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, പടം കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ പടത്തിൻ്റെ ഹീറോയിൻ ആരാണെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ സ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ് ചാർലി. സർ ആ സ്കെയിൽ ആ കേരളത്തിൽ വരുമ്പോഴേക്കും പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് ഹീറോയിൻ വന്നിട്ട് സംസാരിച്ചില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യത്തിലാണ്. നമ്മള് കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ ചാർലി എന്ന് പറയുന്നത് അതിനെക്കാട്ടിയും കെയറിംഗും ഫ്രണ്ട്ലി ആണ്. ചാർലി രാവിലെ മുതൽ ഓടിയിട്ട് ഇപ്പോഴൊന്ന് ഡൗൺ ആയിട്ട് നിൽക്കുക. കാരണം അത്രയും ഇന്റർവ്യൂസിലൊക്കെ ചാർലി ഭയങ്കര ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ചാർലി ഈ ഒരു ഷൂട്ടിംഗ് സെറ്റില് എനിക്ക് ചോദിക്കാനുള്ളത് ഹീറോയിന്റെ അടുത്താണ്, എത്രമാത്രം കെയറിംഗ് ആയിരുന്നു, എത്രമാത്രം ഫ്രണ്ട്ലി ആയിരുന്നു ടു യു ആൻഡ് ടു ദ ടീം, ടു ദ ഹീറോയിൻ. Was Charlie friendly to all of you? Was Charlie nice to you? Yes, of course. Charlie is good to everyone and she is the heart of the whole film. So yes, actually I'm jealous of her most of the time because you know the attention she is getting. Anywhere she goes, if there is a crowd for Rakshit Shetty or not, for her there will be a queue and then people see. She was even turning and telling, yeah, that is me. So the thing is, it was difficult to shoot for us because, as I told earlier, like we can only go for one take when she gives a proper one. We cannot take another chance when she is giving it properly. So it was very difficult for all of us because
we cannot improvise and we can't, experiment with our performances. So it was difficult, yes. Patience. Yes, Everybody learned a lot of yes. This patience. was one thing that everyone had to learn with the time passing by. Like it was 1, 2, 3, 4 years passed by, and even Charlie grew with us. And Charlie started her performance. She was like 2 months. That time she knows what is acting. She was born for the camera, and she has seen the world more than anyone would have seen. She had traveled all over from Mysore to Kashmir. So she has been the great artist, moreover, that she has been good with us as well. ആക്ച്വലി അവള് ഒരു പോയിന്റിൽ ഇങ്ങനെ കട്ട് എന്ന് പറഞ്ഞ പിന്നെ മോണിറ്ററിന്റെ അടുത്ത് വരും. മോണിറ്ററിന്റെ അടുത്ത് വന്നിട്ട് അവിടെ ഒരു പട്ടി കാണുമ്പോൾ ഇത് ഏത് പട്ടി എന്ന് പറഞ്ഞ് ഇവള് വരയ്ക്കാൻ തുടങ്ങും. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡന്റ് ആയതുണ്ട്. There's somebody else. One last question. Yeah, okay. My question is to Sangeeta. Sangeeta, you have a background from mainstream. So when someone like that tries to enter into the mainstream cinema, this is always this thing called there is one door that can make you and one that can break you. And also when it comes to 777 Charlie, you have taken a commitment of 2 years and you have not completed any other movies. So what do you think the future for you is after this movie? Are you confident about it? See, the reason why I accepted the commitment for 2 years was the story was so beautiful that I felt I went and discussed with my family. And what I personally felt was it is better to do one movie in 10 years than doing 10 films in a year. And this is a movie that anyone would die to be a part of. And even if not Devika, and if I would have done any other part also, I would have been same way proud because the movie is a gem. And the time also it has taken, I would like to add this, it has taken 4 years and probably the time is right because this is a treat to audience. After pandemic, in the pandemic, throughout that journey also, the thing that we needed was to go out of our house, to travel. The first thing to do was I want to travel somewhere. And the second thing was we got a pet at home. Because not everyone had a girlfriend or a boyfriend to be with. So someone somewhere decided to give home to a stray dog probably, and everyone got attached to the pet. And the reason, and probably that's why Destiny wanted something like after pandemic Charlie to be released. This is the right time. നേരത്തെ അവര് രാജേശ്വരം എല്ലാം പറഞ്ഞ പോലെ ഈ പടം കാണേണ്ടത് മാം പറഞ്ഞ പോലെ പെറ്റ് ലവേഴ്സ് ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യും. പക്ഷെ ഒരു പെറ്റിനെ ഇഷ്ടപ്പെടാത്തവര് അവരുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവും എന്ന് പറഞ്ഞിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ആൻഡ് ഡെഫിനറ്റ്ലി അവര് അതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അറ്റ്ലീസ്റ്റ് അവർ ടോർച്ചർ ചെയ്യുന്നതായാലും നിർത്തും. അത് 100% കോൺഫിഡൻറ്റ് ആണ്. പെറ്റ് മാത്രമല്ല, ആനിമൽസ് ഇൻ ജനറൽ. ആനിമൽസ്. എവിടെയാ? എന്റെ പേര് ചെയ്യുക. ഹലോ. ഇവിടെ എന്റെ മകളല്ലേ, ചാർലിനും തൊടാൻ പറ്റും? Of course, please. Promote. Can she touch Charlie? Yeah. Charlie sleeping on the lula. Charlie, meet Lakshmi. ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് സിനിമേന്റെ പറ്റിട്ടല്ല, ഡോഗ്സിന്റെ പറ്റി. I messaged him, he messaged me, he messaged our cinematographer. I don't know, I mean, when he's so busy, but he still took time and when he's presenting a film, he takes it very seriously. So, really thankful to him, and also thankful to Dishan Schiffer. Thank you so much for distributing this film. It means a lot. Thank you. പൃഥ്വിരാജ് സാറിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ് ഞാൻ ഒരുപാട് പടം കണ്ടിട്ടുണ്ട്. സോ എനിക്കറിയാം കന്നഡ 777 ചാർലി കന്നഡ വെർഷൻ ഒരു സേഫായ ഹാൻഡിൽ കൈകളിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് മലയാളം അങ്ങനെ തന്നെ ഉള്ള ഒരാളെ കയ്യിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ വരെ എത്തിച്ചേരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ രാജാ സാറിനെ വിളിച്ചത്.
അപ്പൊ രാജേഷ് സാറോട് പറഞ്ഞു, സാറേ എനിക്ക് തമിഴില് ആളുണ്ട്, തെലുഗിലും ഉണ്ട്, എനിക്ക് മലയാളത്തിൽ ആരാന്ന് വേണ്ടത് എനിക്കിന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പൃഥ്വിരാജ് സാർ കിട്ടിയായിരുന്നു, നന്നായിട്ടുണ്ട്. അതാണ് ഒരു കാര്യം, മറ്റേ ആ ഷോറിലുണ്ടല്ലോ അതൊന്ന് എനിക്കൊന്ന് അയച്ചതാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. ഇതൊരു 11 മണി 12 മണി രാവിലെയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, സാറിന് ലിങ്ക് അയച്ചു കൊടുത്തു. ഒരു 2-3 മണിയാകുമ്പോൾ ഞാൻ കോളിന് വെയിറ്റിംഗ് ആണ്, ലിറ്ററലി 3-4 hours മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് വെയിറ്റിംഗ് ആണ്. എനിക്ക് രാജാ സാറിന്റെ കോള് വന്നു. ഞാൻ എത്ര എക്സൈറ്റഡ് തോന്നും, മൊബൈലൊക്കെ ഇങ്ങനെ തട്ടി പറിച്ച് കോൾ എടുത്ത് സാർ എന്തായി സാർ എന്ന് കേട്ടു. കൺഗ്രാറ്റുലേഷൻസ് കിരൺ എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴാണ് ഭയങ്കര ആശ്വാസമായത്. സാർ എന്തായെന്ന് പറഞ്ഞു. അപ്പൊ പൃഥ്വിക്ക് ഭയങ്കര ഇഷ്ടമായി പടം ഇത് ഷോറില്. എൻ്റെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയൊന്ന് പറഞ്ഞു. പിന്നെ അവര് നമ്പർ ഷെയർ ചെയ്തു. അതിന് പിന്നെ രക്ഷിത് സാറൊക്കെ സംസാരിച്ചു. ആൻഡ് ഞാൻ ആദ്യം ചെയ്തത്, ഈവൻ രക്ഷിത് സാറിന് ഇതിനെ ഇൻഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് വിളിച്ചത്. അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു, അമ്മ പൃഥ്വിരാജ് സാറാണ് മലയാളത്തിൽ ഇതിന് പ്രസന്റ് ചെയ്ത ചാർലിനെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നന്ദന തൊട്ട് വലിയ ഫാനാണ്. സോ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി കാസർഗോഡിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാരും ഞാൻ ഒരു 10 വർഷമായി ബാംഗ്ലൂരിൽ വന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവന് സിനിമ ഇൻഡസ്ട്രിയിൽ എന്താണ് ചെയ്യുന്നത്, ഇവന് സത്യത്തിൽ ഒരു സംവിധായകനാണോ എന്ന് പറയുന്ന ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് പൃഥ്വിരാജ് ഓൺ ബോർഡ് എന്ന് വരുമ്പോൾ, ന്യൂസ് വരുമ്പോൾ, അപ്പോഴെല്ലാവരും വിശ്വസിച്ചോ ഇവൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. സോ താങ്ക് യു പൃഥ്വി സാറിനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ഒരു ആൻഡ് വിപിൻ അവരെ ടീമിൽ ഡിജിറ്റൽ ടീം ഹാൻഡിൽ ചെയ്യുന്ന. ആൻഡ് താങ്ക് യു സർ, ലിസ്റ്റിൻ സർ, ആൻഡ് മഞ്ജു മാം, ഹെയിൻസ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് കന്നഡത്തിൽ എത്രത്തോളം എല്ലാ ലാംഗ്വേജും നമ്മൾ ഈക്വൽ ആയിട്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് എല്ലാ മലയാളികളും നമ്മുടെ പടത്തിനെ സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. താങ്ക് യു സോ മച്ച്.